പുതുതായി വരുന്ന ഫോർമാറ്റിൽ 2 ലോഗിൻ പാസ്വേഡ് ഉണ്ടാവും. ഒന്ന് കോമൺ പാസ്വേഡും മറ്റൊന്ന് എനിക്ക് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സീക്രട്ട് പാസ്വേഡും. സോ ഏത് ഡിവൈസിൽ നിന്ന് ഏതൊക്കെ ഡാറ്റാസ് ഇവിടേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് ആരൊക്കെ റിസീവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. ഈ സിസ്റ്റം ക്രിയേറ്റീവ് സെഷനിൽ മാത്രമായിട്ടാണോ അതോ ഫിനാൻഷ്യലും ടെക്നിക്കലും ഉൾപ്പെടെ എല്ലാ സെഷനിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ? എല്ലാ സെക്ഷനിലും ഉണ്ട്. ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല, ഒരാൾ ഒഴികെ. ഈയിടെ ഇവിടെ ജോയിൻ ചെയ്തൊരു കുട്ടിയുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? ദയ സിദ്ധാർത്ഥ് സർ. യാ, ആ കുട്ടിയെ തൽക്കാലം നമുക്ക് ഈ മോണിറ്ററിംഗ് ഒഴിവാക്കാം. സർ, അങ്ങനെ ഒരാളെ മാത്രമായി ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? തൽക്കാലത്തേക്കെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ നവമി. ആ കുട്ടി ഇപ്പോൾ ട്രെയിനി അല്ലേ, പ്രൊബേഷൻ കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. അത് മാത്രമല്ല, ആ കുട്ടി ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പറഞ്ഞ സ്പൈ വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായും ആ കുട്ടിയെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നവമി എല്ലാവരോടും ഒന്ന് ബ്രീഫ് ചെയ്തേക്കൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ശരി സർ. നവമി സർ. 1 സെക്കൻഡ്. എന്താ സർ? ആ കുട്ടി ആളങ്ങനെ? ഏത് കുട്ടി സർ? നമ്മുടെ ഫിനാൻസ് സെക്ഷനിൽ നിന്ന് ഞാൻ ഒഴിവാക്കി വിട്ട ആളില്ലേ, അതിന്റെ കാര്യം ചോദിച്ചേ. ഓ, അവളുടെ കാര്യമാണോ? അത് ക്ഷമ സിദ്ധാർത്ഥ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ദയയുടെ സ്വന്തം ചേച്ചിയാണ് ഈ ക്ഷമ സിദ്ധാർത്ഥ്. ക്ഷമയും ദയയും കൊള്ളാം. ഈ ക്ഷമയും ഏഞ്ചലും തമ്മിൽ? ക്ഷമ ഇവിടെ ജോയിൻ ചെയ്യുമ്പോ ഏഞ്ചലായിരുന്നു ഇവിടുത്തെ ക്രിയേറ്റീവ് ഹെഡ്. പക്ഷേ അവര് തമ്മിൽ അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് സർ. തന്നെയല്ല, ക്ഷമ ജോയിൻ ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ ഏഞ്ചൽ ഇവിടുന്ന് പോയല്ലോ. എന്താ സർ, ക്ഷമ തന്നെയാണോ ഏഞ്ചലിൽ നമ്മുടെ ഡേറ്റാസ് ഒക്കെ ചോർത്തി കൊടുത്തത് എന്ന് ഉറപ്പിച്ചു പറയാറായിട്ടില്ല. എന്താ സർ? പുറകിൽ ആരാണെന്ന് നോക്കിയതാ ഞാൻ. തന്റെ അല്ലടോ, ക്ഷമാ സിദ്ധാർത്ഥന്റെ പുറകിൽ ആരാണെന്ന് നോക്കിയ കാര്യം പറഞ്ഞത്. ശരി, ഓക്കെ, നവമി പോയിക്കോളൂ. യെസ്. അറിയണമല്ലോ, ക്ഷമാ സിദ്ധാർത്ഥ് ആൻഡ് ദയ സിദ്ധാർത്ഥ്. ഇതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ഹലോ ദയ മാഡം. എന്താ ജഗു ചേട്ടാ? ഏയ് ഒന്നുമില്ല. എന്തോ ഉണ്ട്. മാഡത്തിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നിരിപ്പുണ്ട്. എന്നെ കാണാനോ? അതേലോ. ആരാ ജഗു ചേട്ടാ? ആരാന്ന് ചോദിച്ചപ്പോ അതൊക്കെ ഇവിടെ അറിയാന്നാ പുള്ളിക്കാരൻ പറഞ്ഞു. കണ്ടിട്ടേ പോവുള്ളൂ പറഞ്ഞ് റിസപ്ഷനിൽ കുറ്റി അടിച്ചിരിക്കുക. അതെ, ഇവിടെ ഇങ്ങനെ ഓഫീസ് സമയത്ത് വിസിറ്റേഴ്സിനെ ആരും അനുവദിക്കുന്നതല്ല. ആ എലിസബത്ത് മാഡം എങ്ങനെ കണ്ട ഇഷ്യൂ ആവേ. അവരെങ്ങാനും ഇത് പവൻ സാറിന്റെ അടുത്തോ നവീൻ സാറിന്റെ അടുത്തോ റിപ്പോർട്ട് ചെയ്ത ആകെ പ്രശ്നമോ. അതുകൊണ്ട് ആളെ വേഗം പോയി പറഞ്ഞുവിടാൻ നോക്ക്. ഇതിപ്പോ എന്റെ അവിടെ കൊടുക്കണം. കൊച്ചു വലിയ ഉദ്യോഗക്കാരിയായല്ലോ. ഞാൻ ഇപ്പോഴാണല്ലോ ഇതൊക്കെ അറിയുന്നത്. എന്തായാലും സെറ്റപ്പ് കൊള്ളാം. ലോനച്ചൻ അങ്കിൾ എന്താ എവിടെ? അതെന്ത് ചോദ്യാ കൊച്ചേ? മോൾ എന്നെ മറന്നാലും എനിക്ക് മോളെ മറക്കാൻ പറ്റൂ? നമ്മുടെ കാര്യം അങ്ങനെ ആയിപ്പോയില്ലേ? അങ്കിൾ വരൂ, നമുക്ക് അങ്ങോട്ട് മാറുന്ന സംസാരിക്കാം. ഓ ആയിക്കോട്ടെ. മാഡം, അങ്കിൾ എന്റെ നാട്ടുകാരനാ. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. വേഗം വേണം. ഞങ്ങൾ തമ്മിൽ ഇച്ചിരി ഏർപ്പാടുണ്ടേ. അങ്കിൾ വരൂ. ഏഞ്ചൽ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, ബട്ട് ഐ ആം ഹെൽപ്ലെസ്. ചേട്ടൻ ഓഫീസിലുള്ളപ്പോ എനിക്ക് ആ ഫയൽസിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പോലും പറ്റില്ല. എല്ലാ സിസ്റ്റവും ചേട്ടൻ ലോക്ക് ചെയ്തിരിക്കുക. അതൊന്നും പ്രാക്ടിക്കൽ അല്ല ഏഞ്ചൽ. വിട്ട് കളയണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു വഴി തെളിയുന്നിടം വരെ എനിക്ക് അല്പം സമയം തന്നൂടെ? അതെനിക്കിപ്പോ പറയാനാവില്ല. ഞാൻ ശ്രമിക്കാം.
ഓക്കെ. ആ പിന്നൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. എപ്പോഴാ ചേട്ടൻ അടുത്തുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഐ വിൽ കോൾ യു. ഓക്കെ? ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോർണിംഗ്. കാശ് തരില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അങ്കിൾ. ദാ എനിക്കിപ്പൊ ഈ ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. കുറച്ചു നാളും കൂടി കഴിഞ്ഞാ എനിക്ക് ശമ്പളം കിട്ടി തുടങ്ങും. അതിൽ നിന്ന് കുറേശ്ശെയായി തന്ന് ഞാൻ അങ്കിളുടെ കടം വീട്ടിക്കൊള്ളാം. ഇവിടുന്ന് എന്നാ ശമ്പളം കിട്ടും കൊച്ചിന്? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഇതെന്റെ ട്രെയിനിങ് സമയാ. എന്നാലും ഈ ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോ ഒരു 19,000 രൂപ കൈ കിട്ടുമായിരിക്കും. 50,000 രൂപയോ? അത്രയൊന്നും കിട്ടില്ല അങ്കിൾ. അത് ശരി. പിന്നെ കുറേശ്ശെ നീ എന്ന് തന്നു തീർക്കുമെന്നാ ഈ പറയുന്നത്? ഇക്കണക്കിനാണെങ്കിലേ നീ ഇവിടുന്ന് പെൻഷൻ പറ്റിയാലും എന്റെ കടം തീരാൻ പോകുന്നില്ല. മുതല് പോയിട്ട് പലിശയുടെ ഒരു മൂല പോലും അനങ്ങുകയാണ്. അത് മാത്രമല്ല, അപ്പോഴേക്ക് എന്നെ അങ്ങ് സ്വർഗലോകത്തേക്ക് കെട്ടിയെടുക്കാനുള്ള സമയവും ആവും. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ നാട്ടുകാർക്ക് സുഖിക്കാൻ കൊടുത്തിട്ട് നീ എന്നാ പുഴുങ്ങാനാടാ ലോനച്ച ഇങ്ങോട്ട് കയറി വന്നതെന്ന് കർത്താവ് തമ്പുരാൻ എന്നോട് ചോദിച്ചാ ഞാൻ എന്നാ ചെയ്യും കൊച്ചേ? അതുകൊണ്ട് അതൊന്നും പറ്റുകയല്ല. വേറെ നടപ്പ് വശം വല്ലോണ്ടായി പറ. ദേ, എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത് നിന്റെ അച്ഛനാ. അതിന് ഈടായിട്ട് ആ ഷോപ്പും അത് നിൽക്കുന്ന 3.5 സെന്റ് സ്ഥലത്തിന്റെ പ്രമാണവും എനിക്ക് തന്നിട്ടുണ്ട്. നീ തന്നു തീർത്തോളം എന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ടാ ഈ കാര്യം പറഞ്ഞ് ഞാൻ അയാളെ ബുദ്ധിമുട്ടിക്കാത്ത. ഇനിയിപ്പൊ നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ പറഞ്ഞോ, കാശ് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. എന്താ? അയ്യോ അത് വേണ്ട അങ്കിൾ. അച്ഛൻ എനിക്ക് വേണ്ടിയാ ആ കാശ് വാങ്ങിയത്. അതിന്റെ പേരിൽ അങ്കിൾ അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത്. ഞാനത് എങ്ങനെയെങ്കിലും തന്നു തീർത്തോളാം. അല്പം സാവകാശം തന്നാ മതി അങ്കിൾ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കൊച്ചേ? ഇപ്പൊ തന്നെ മുതലും പലിശയും പലിശയും എല്ലാം കൂടി 8,83,000 രൂപയെ. ഇതെല്ലാം കൂടി നീ എപ്പ തന്നു തീർക്കുന്ന? ഞാനൊരു നടപ്പ് വശം പറയാം. ഏതായാലും മോൾക്കൊരു ജോലിയായല്ലോ. ഇനിയിപ്പോ ആ ടെക്സ്റ്റൈൽ ഷോപ്പ് കൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. അതും ആ സ്ഥലവും കൂടി അങ്കിളിന് തന്നേക്ക്. എന്റെ കടവും തീർത്ത് വേണമെങ്കിൽ 1-1.5 അങ്ങോട്ട് തന്നേക്കാം. എന്തു പറയുന്നു? അതൊന്നും വേണ്ട. അങ്കിളുടെ കടം അല്ലാതെ തന്നെ ഞാൻ തീർത്തോളാം. മതി, എനിക്കെന്റെ കാശ് കിട്ടിയാ മതി. അപ്പോഴേ കൊച്ച് ഇന്നു മുതൽ എണ്ണിക്കോ. 2 മാസം തികഞ്ഞതിനു മുമ്പേ എന്റെ ഇടപാടാണ്. ആ പൈസ ബാക്കിയില്ലാതെ തീർത്തേക്കും. ഇല്ലെങ്കിൽ ഈ ലോനച്ചൻ ലേശം ബെടക്കച്ചനാവുമേ, പറഞ്ഞേക്കാം. എന്നാ പിന്നെ കൊച്ചിന്റെ ജോലി നടക്കട്ടെ. ഞാൻ അങ്ങ് ഇറങ്ങിയേക്കുവാ. അപ്പൊ പറഞ്ഞത് മറക്കണ്ട കേട്ടോ മോളെ. ക്ഷമയ്ക്ക് പകരം മറ്റൊരാൾ. അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കേണ്ട നിന്റെ ജോലിയാ. ആകെ പ്രശ്നമല്ലോ എന്റെ കുട്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊക്കെ ഇവിടെ പ്രശ്നമാകുന്നു. അയാൾ കുട്ടിയെ അന്വേഷിച്ചു വന്നത് ആ എലിസബത്ത് മാഡം കാണും കണ്ടിരുന്നോ? അറിയില്ല, പക്ഷേ നവമി മാഡം കണ്ടിരുന്നു. ആ മതിയല്ലോ, രണ്ടും കണക്കാ. സംഗതി നവീൻ സാറിന്റെ കാതിലെത്തിയോന്നാ തോന്നുന്നത്. സാറ് വിളിക്കുന്നുണ്ട്. നവീൻ സാർ ആയതുകൊണ്ട് ഇത് വലിയ ഇഷ്യൂ ആക്കില്ല. ചെന്ന് കണ്ടൊരു സോറി പറഞ്ഞേക്ക്. ഇത് ഇനി ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാ മതി. വേഗം ചെല്ലുകൂട്ടി, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. സംഗതി പവൻ സാർ അറിയുന്നതിന് മുമ്പ് ഇത് സോൾവ് ചെയ്യാൻ നോക്ക്. പോയിട്ട് വാ. പാവം, ഓരോരോ ഏണികൾ വരുന്ന വഴിയേ. ആ എക്സ്ക്യൂസ് മീ സർ. യെസ്, പ്ലീസ് കം. ദേ ഇരിക്കൂ. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം.
ദേയ്ക്ക് ഇവിടുത്തെ ജോലിക്ക് ഇഷ്ടമായോ? ആർ യു കംഫർട്ടബിൾ? യെസ് സർ, എനിക്കെല്ലാം വളരെ നല്ലതായിട്ട് തന്നെയാ തോന്നുന്നത്. ദയ നല്ല മിടുക്കിയാണെന്നും കാര്യങ്ങൾ വളരെ വേഗം പിക്കപ്പ് ചെയ്യുന്നെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ക്ഷമ എന്ത് പറയുന്നു? ഇസ് ഷി ഓൾറൈറ്റ്? കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഇവിടുത്തെ കാര്യം ഓർത്ത് ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട് സർ. യെസ് യെസ്, ക്ഷമയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഷീ ഈസ് വെരി സിൻസിയർ ആൻഡ് ഡെഡിക്കേറ്റഡ്. ഞാനത് ചേട്ടനോട് പ്രത്യേകം പറയുകയും ചെയ്തു. ചേട്ടൻ ഇവിടുത്തെ കാര്യങ്ങൾ ആൾക്കാരൊന്നും അത്ര പരിചയമില്ല, അതുകൊണ്ട് പറ്റിപ്പോയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സാരില്ല, ഓക്കെ, ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തോളാം. ഓക്കെ, ചേച്ചിയോട് പറയൂ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ടെന്ന്. അധികം വൈകാതെ ക്ഷമയ്ക്ക് ഡ്രീംസിലേക്ക് മടങ്ങി എത്താമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതായി പറയണം ചേച്ചിയോട്. പറയാം സർ. താങ്ക് യു സോ മച്ച്. എന്തിനാ സർ വിളിപ്പിച്ചത്? ഹേയ്, നത്തിങ് സീരിയസ്. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചെന്ന് മാത്രം. ദേയ്ക്ക് ഇവിടെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഐ മീൻ, ദേയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വേണ്ട സർ, അങ്ങനെയൊന്നും ആവശ്യമില്ല. ആ, അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പോ ഫേവറോ ആവശ്യമായി വരുവാണെങ്കിൽ എന്നോട് തുറന്നു പറയാൻ മടിക്കരുത്. താങ്ക് യു സർ. ദേയുടെ ചേച്ചി എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ടാ ദേയെ ഞാൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എന്നോട് തുറന്നു പറയണം. ഓക്കെ? ഷുവർ സർ. താങ്ക് യു സർ. ഓക്കെ, പോയിക്കോളൂ. ചേച്ചിക്ക് ഒരു നല്ല പകരക്കാര് തന്നെയാ അനിയത്തി. ഏഞ്ചലിന്റെ ഊഹം തെറ്റിയില്ല. ആ, എന്തായി? സാറെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ വിളിപ്പിച്ചേ? അതെ, ഈ ഞാനൊരു സംഭവമാണെന്ന് പറയാൻ വേണ്ടി വിളിപ്പിച്ചതാ. സംഭവം? ചുമ്മാ ആണെന്നേ. സംശയം ഉണ്ടെങ്കിൽ ജഗുചേട്ടൻ പോയി സാറിനോട് ചോദിച്ചു നോക്ക്. എന്റെ ജഗുചേട്ടാ, ചുമ്മാ ഓരോന്ന് പറഞ്ഞ് എന്നെയും കൂടി പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചിലപ്പോ നവീൻ സാറിന്റെ അടുത്ത് നല്ല ഫയറിങ് കിട്ടി കാണും. അതിന് ചമ്മല് മറയ്ക്കാൻ വേണ്ടി ചുമ്മാ തള്ളിയിട്ട് പോയതാ. എന്തിലാവട്ടെ, ഇതിനിപ്പോ എവിടെ കൊണ്ടു കൊടുക്കാൻ? പ്രഭാകര, വിളഞ്ഞതെല്ലാം അങ്ങ് വെട്ടിക്കോ. ചുമ്മാ നാട്ടുകാർക്ക് കൊടുക്കണ്ടല്ലോ. ഒരെണ്ണം കൂടി വെട്ടിക്കണോ ബഷീറെ? വേണ്ട വേണ്ട, രുചിയുണ്ടെന്നും പറഞ്ഞ് വെറുതെ ഷുഗർ കൂട്ടണ്ട. അല്ല, ഇക്കാര്യം അമ്പിളിയമ്മ എങ്ങനെ അറിഞ്ഞു എന്നാ ഞാൻ ആലോചിക്കുന്നത്. സിദ്ധാർത്ഥം പറഞ്ഞോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെന്താ ബഷീറെ, ഞാനും ഈ നാട്ടുകാരിയല്ലേ. അപ്പോ നാട്ടിൽ നടന്നതും നടക്കാൻ പോകുന്നതുമായ കച്ചവടത്തെക്കുറിച്ച് ഞാൻ അറിയാതിരിക്കൂ? അല്ല, ഞാനിതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ വേണ്ടെന്നാ സിദ്ധാർത്ഥ എന്നോട് പറഞ്ഞത്, അതുകൊണ്ടാ. ദേ, ആരൊക്കെ എന്തൊക്കെ മറച്ചു പിടിച്ചാലും എത്തേണ്ടതൊക്കെ കൃത്യമായിട്ട് അമ്പിളിയമ്മയുടെ ചെവിയിലെത്തും. അത് പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. എത്രയാ പ്രോപ്പർട്ടിക്ക് തന്റെ കൂട്ടുകാരൻ ചോദിക്കുന്നേ? വസ്തു 3.5 സെന്റാ, പിന്നെ ഷോപ്പും. രണ്ടും കൂടി 80 ലക്ഷം കിട്ടിയാ കൊടുക്കാമെന്നാ സിദ്ധാർത്ഥം പറയുന്നത്. ആഹാ, തന്റെ കൂട്ടുകാരൻ സ്വർണ്ണപ്പാളി കൊണ്ടാണോ ആ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത്? എന്നാലിത് പോരല്ലോ ബഷീറെ, 80 ലക്ഷം ഉറുപ്പിയേ. അല്ല അമ്പിളിയമ്മേ, ആ ഷോപ്പിന്റെ മതിപ്പ് വില ഏകദേശം അത്രയും വരും. എന്റെ ബഷീറെ, സിദ്ധാർത്ഥൻ നല്ല കൂട്ടുകാരനാണെന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് വക്കാലത്ത് പറയല്ലേ. എന്തോ മതിപ്പ് വില വരുമെന്നാ. ആ ഷോപ്പിന്റെ അടുത്തുനിന്ന് കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ മാറി കഴിഞ്ഞയാഴ്ച ഒരു 5 സെന്റ് ഉള്ള വസ്തു ഞാൻ വാങ്ങിച്ചതാ. സെന്റ് ഒന്നിന് 6 ലക്ഷം രൂപ. അതും ഇതിനേക്കാൾ നല്ല കണ്ണായ പ്ലോട്ടും. അല്ല, അമ്പിളിയമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ വിലയുടെ കാര്യത്തിൽ നമുക്കൊരു നീക്കുപോക്കൊക്കെ ആവാം. ആരുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട ബഷീറെ. ഭൂമിക്ക് ന്യായമായ വില ഞാൻ തരും. 3.5 സെന്റ് എന്ന് പറയുമ്പോ 18 ലക്ഷം രൂപ. പിന്നെ ആ തൂത്തു തടച്ച കെട്ടിടം, അതെനിക്ക് ആവശ്യമില്ല. വാങ്ങിയാലും ഞാനത് തട്ടിയിടിച്ച് കളയത്തേ ഉള്ളൂ. എന്നാലും പോട്ടെ, അതും കൂടി ചേർത്ത് ആകെ ഒരു 30 ലക്ഷം. അയ്യോ, അത് വല്ലാതെ കുറഞ്ഞു പോയല്ലോ അമ്പിളിയമ്മേ. ഏത് കണ്ണുപൊട്ടനും സുമാർ ഒരു 70 ലക്ഷം രൂപ ആ വസ്തുവിന് തരും. പൊട്ടക്കണ്ണന്മാര് പറയും
പക്ഷേ അമ്പിളിയമ്മ പറയില്ല. ഇനി ബഷീറിന്റെ സങ്കടം കണ്ടിട്ട് വേണമെങ്കിൽ ഞാനൊരു 10 ലക്ഷം സിദ്ധാർത്ഥന് കൂടുതൽ കൊടുക്കാം. അത് തന്നെ മാക്സിമം. സമ്മതമാണെങ്കിൽ എഗ്രിമെന്റും അഡ്വാൻസും ഒന്നുമില്ല. 2 ദിവസത്തിനുള്ളിൽ രൊക്കം കാശിന് കച്ചേരിയിൽ ചീട്ടാക്കാം. എന്തു പറയുന്നു? അതിപ്പോ ഞാൻ സിദ്ധാർത്ഥനോടുകൂടി ഒന്ന് ആ ധൃതിയില്ല. സാവധാനം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ആ പിന്നെ എനിക്കാണെന്ന് പറഞ്ഞ ചിലപ്പോ തന്റെ ചങ്ങാതി ഒന്ന് മടിച്ചേക്കും. അതുകൊണ്ട് വിലയുടെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിട്ട് ബഷീർ എന്റെ കാര്യം പറഞ്ഞാ മതി. ശരി, എന്നാ ഞാൻ പോവാ അമ്പിളിയമ്മേ. സിദ്ധാർത്ഥനോട് സംസാരിച്ചിട്ട് വിളിക്കാം. ആയിക്കോട്ടെ. ദയയുടെ അച്ഛന്റെ കട വിൽക്കാൻ പോവാണ് അമ്മേ. ആ സംഗതി രഹസ്യമായിട്ടുള്ള നീക്കോ. പക്ഷേ ഞാൻ അറിയാതെ ഈ നാട്ടിലൊരു വസ്തു ഇടപാട് നടക്കില്ലെന്ന് അയക്കറിയില്ലല്ലോ. ആ സ്ഥലവും കടയും ഞാൻ തന്നെ വാങ്ങിക്കും, അതും നിസ്സാര വിലയ്ക്ക്. എന്നാലും അമ്മ പറഞ്ഞ തീരെ കുറഞ്ഞു പോയി. ആണോ? എന്നാ അമ്മയുടെ പൊന്നുമോൻ പോയി അവര് പറഞ്ഞ വിലയ്ക്ക് ആ കച്ചവടം ഉറപ്പിക്ക്. എന്തേ പോന്നോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ അപമാനിച്ച ആ കുടുംബവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും നിനക്ക് പാടില്ല, കേട്ടല്ലോ? എന്നാ പിന്നെ അമ്മ എന്നെ വേറെ കല്യാണത്തിന് നിർബന്ധിക്കരുത്. വേണ്ടടാ. അവളെ കെട്ടാത്തോണ്ട് നീ മൂത്ത് നരച്ച് മൂക്കില് പല്ല് കിളിർത്ത് മുരടിച്ചു പോയാലും ഞാനതൊക്കെ പോട്ടേന്ന് വെക്കും. എന്നാലും അവളെ കെട്ടാന്ന് എന്റെ മോൻ കുളിരണ്ട. ആ ചെട്ടിയാരുടെ വാടക കുടിശ്ശിക വാങ്ങി വരണോന്ന് പറഞ്ഞിട്ട് എന്തായി? ചെയ്തോ? ആ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പോവായിരുന്നു. എന്നാ പറഞ്ഞ ജോലി ആദ്യം ചെയ്. ഭാരിച്ച കാര്യങ്ങളിലൊന്നും എന്റെ മോൻ തലയിടാൻ നിക്കണ്ട, കേട്ടല്ലോ? കുഞ്ഞ കുടിക്കേ. എന്താടേ കുടിക്കുന്ന എപ്പ നോക്കിയാലും ഈ തള്ളക്ക് കാശ് കാശ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നോക്കിക്കോ, ഞാൻ അവളെ തന്നെ കെട്ടും. സിദ്ധാർത്ഥങ്കളിനെ പറ്റിച്ച് ആ സ്ഥലം വാങ്ങിയാലും കൊടുക്കാതെ അവൾക്ക് തന്നെ ഉപകാരപ്പെടും. അയ്യോ, ഇനി ആ ചെട്ടിയാരുടെ അടുത്തേക്ക് കെട്ടിയെടുക്കണല്ലോ. ഈശ്വര ഭഗവാനെ, ആ ചെട്ടിയാര് വാടക കാശ് തരരുതേ. മേ കമിൻ സർ? ആ വാ വാ. എന്താ മോനെ പതിവില്ലാത്തൊരു ഫോർമാലിറ്റി ഒക്കെ? അല്ല, പുതിയ ചെയർമാൻ ഓഫീസ് റൂൾസ് ഒക്കെ ഒന്ന് പരിഷ്കരിച്ചു എന്ന് അറിഞ്ഞു. അക്കൂട്ടത്തിൽ ഇനി ഓഫീസിൽ ചേട്ടനനിയും ബന്ധമൊന്നും പാടില്ലാന്ന് പുതിയ നിയമം വല്ല ഇറക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നത്. അതുകൊണ്ടൊരു മുൻകൂർ ജാമ്യം എടുക്കാന്ന് കരുതി. ഓ അങ്ങനെ പേടിക്കണ്ട. അങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കാൻ തൽക്കാലം ഉദ്ദേശമില്ല. ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നീ എന്റെ അനിയൻകുട്ടിയായിട്ടിരുന്നാ മതി. താങ്ക് യു. വാ ഇരിക്ക്. ഓക്കെ, ഗ്രേറ്റ്. എങ്കിൽ ആ സ്വാതന്ത്ര്യം വെച്ച് ഞാൻ ചേട്ടനോട് റിക്വസ്റ്റ് നടത്തട്ടെ? ഷുവർ. എന്താ സംഭവം? വേറൊന്നുമല്ല. കേൾക്കുമ്പോ ചേട്ടയ്ക്ക് ചിലപ്പോ നിസ്സാരമായിട്ട് തോന്നാം, പക്ഷെ എന്നെ സംബന്ധിച്ച് ഹേയ് കമോൺ മാൻ, ചുമ്മാ വളച്ചു കിട്ടാതെ കാര്യം പറയടാ. ഓക്കെ, ഇവിടെ ഇപ്പൊ എല്ലാ ഡിവൈസും ഡബിൾ പാസ്വേഡ് ആക്കിയല്ലോ. അതിൽ നിന്ന് എന്റെ സെക്ഷൻ ഒന്ന് ഒഴിവാക്കിയാൽ നന്നായിരുന്നു. എന്തു പറ്റി നിനക്കപ്പോ അങ്ങനെ തോന്നാൻ? വേറൊന്നും ഉണ്ടായിട്ടല്ല. ഫിനാൻഷ്യൽ സെക്ഷൻ ഞാനാണല്ലോ ഹെഡ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ ഞാനുണ്ടല്ലോ. അത് മാത്രമല്ല ചേട്ടായി, എന്റെ ഡിവൈസ് പോലും ചേട്ടായി മോണിറ്റർ ചെയ്യുന്നെന്ന് അറിയുമ്പോ മറ്റ് സ്റ്റാഫുകൾക്ക് മുന്നിൽ എനിക്കൊരു വിലയില്ലാതാവും. ഓ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നോക്ക് നവി, നമ്മുടെ കമ്പനിയെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിയെ മറികടക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിഫൻസ് മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മുടെ ശമ്പളം വാങ്ങി നമ്മുടെ കമ്പനിയെ ഒറ്റുകൊടുക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് എന്റെ നിന്റെ ഉത്തരവാദിത്വം. പിന്നെ ഫിനാൻസ് സെക്ഷന്റെ കാര്യം. നമ്മുടെ ഫയൽസും ലീക്ക് ഔട്ട് ആയത് ആ സെക്ഷനിൽ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫിന്റെ ഡിവൈസിൽ നിന്നാ. അതുകൊണ്ടാണ് ആ കുട്ടിയെ കുറച്ചു നാളത്തേക്ക് നമ്മൾ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. അത് ക്ഷമാ സിദ്ധാർത്ഥിന്റെ ഡിവൈസിൽ നിന്ന് തന്നെയാണെന്ന് ചേട്ടായിക്ക് ഉറപ്പാണോ? അങ്ങനെ കൺഫേം ചെയ്യാറായിട്ടില്ല നവി. ആ കുട്ടി ആവാനാണ് ചാൻസ്. മേ ബി ആ കുട്ടിയുടെ ഡിവൈസോ പാസ്വേഡോ ആരെങ്കിലും മിസ്യൂസ് ചെയ്തു ആവും. എങ്കിൽ ആ കുട്ടിയെ മാറ്റി നിർത്തിയ സ്ഥിതിക്ക് ഇനിയൊരു ചെക്കിങ്ങിന്റെ ആവശ്യമുണ്ടോ? നോക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഒരാളെ നമ്മൾ സംശയത്തിന്റെ നിഴലിൽ മാറ്റി നിർത്തിയതുകൊണ്ട്
ഏഞ്ചൽ അവളുടെ ഈ സ്പൈ വർക്ക് അവസാനിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അവൾ മറ്റാരെങ്കിലും കരുവാക്കുന്നുണ്ടോന്ന് അറിയണം. നമ്മുടെ കമ്പനി ഒറ്റുകൊടുക്കുന്നവരെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ നവി. അത് സാധിച്ചെടുക്കും വരെ നമ്മൾ ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ നടത്തിയേ പറ്റൂ. ഓഫ് കോഴ്സ് അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ഫോർ ദ ടൈം ബീങ് അത് നമ്മൾ സഹിച്ചേ പറ്റൂ. പിന്നെ നിന്റെ മുന്നിൽ ഞാൻ ബോസ് ചമയുന്ന ഒരു ബാഡ് ഫീലിംഗ് നിനക്ക് തോന്നണം. ഹേയ്. എല്ലാവരുടെയും ഡിവൈസ് ചെക്ക് ചെയ്യാനുള്ള സീക്രട്ട് പാസ്വേഡ് ഞാൻ നിനക്കും ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ സ്ഥലത്തില്ലാത്തപ്പോഴോ ബിസി ആയിരിക്കുമ്പോഴോ നീ വേണം അത് ചെക്ക് ചെയ്യാൻ. ഓക്കെ? അയ്യോ ചേട്ടായി, ഞാൻ അതുദ്ദേശിച്ച് പറഞ്ഞല്ല. എനിക്കറിയാം മോനെ, കപ്പലിലുള്ള ഈ കള്ളനെ കണ്ടുപിടിക്കും വരെ നീ എന്റെ കൂടെ തന്നെ വേണം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഷുവർ ചേട്ടായി, എന്തിന് ഞാൻ ചേട്ടായുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാനൊന്ന് പുറത്തു പോകുന്നു. ഒരാളെ കണ്ടിട്ട് ഉടനെ വരാം. ഓക്കെ.